കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനന തീയതികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൂര്യരാശി ജ്യോതിഷ പ്രവചനമാണ് നാം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ജനന തീയതികളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഓരോ സൂര്യരാശിയും നിർവചിക്കപ്പെടുന്നത്. നക്ഷത്രങ്ങളുമായിട്ടോ കൂറുകളുമായിട്ടോ ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന വിവരം ആദ്യമേ തന്നെ അറിയിക്കട്ടെ. 12 രാശികളിൽ ആദ്യത്തേത് മേടം സൂര്യരാശിയാണ്. മാർച്ച് 21-നും ഏപ്രിൽ 20-നും ഇടയ്ക്കുള്ള തീയതികളിൽ ജനിച്ചവർ മേടം സൂര്യരാശിയിൽ വരുന്നു. ഈ മേടം സൂര്യരാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായി ചില തടസ്സങ്ങൾ ഉണ്ടായെന്ന് വരാം. ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർ അലസതയും അശ്രദ്ധയും കൊണ്ട് ചില അബദ്ധങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളത് മനസ്സിലാക്കി വളരെ സൂക്ഷ്മത പാലിക്കുക. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ ആലോചനക്കുറവ് കൊണ്ട് പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതിന് അവസരമുണ്ടായേക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കുന്നതാണ്. കുടുംബപരമായി സ്വസ്ഥത നിലനിൽക്കുന്നതായി കാണുന്നു. ജീവിതത്തിൽ സന്തോഷവും ഉയർച്ചയും പ്രതീക്ഷിക്കാവുന്ന നാളുകളാണ് വരുന്നത്. മധ്യപ്രായമെത്തിയവർ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായ ഉദരവൈഷമ്യത്തിന് സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം നാഡി മർമ്മ സംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യത കാണുന്നതിനാൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകണം. ദോഷ പരിഹാരമായി ഒരു നവഗ്രഹ ശാന്തി എന്ന ക്രിയ നടത്തുന്നത് വളരെ നന്നായിരിക്കും. മറ്റു വിശ്വാസികൾ അവഗാഹ പ്രാർത്ഥന ചൊല്ലുന്നത് നന്ന്. സമുദ്രനീലം എന്ന കല്ല് ലോക്കറ്റായി ധരിക്കുന്നത് വളരെ ഉത്തമം. അടുത്തതായി ഇടവം സൂര്യരാശിയാണ് പറയുന്നത്. ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെയുള്ള തീയതികളിൽ ജനിച്ചവർ ഇടവം സൂര്യരാശിക്കാരാണ്. ഈ ഏപ്രിൽ മാസം അവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഫലമാണ് കാണുന്നത്. പുതിയ തൊഴിലിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരമുണ്ടാകും. തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങളുടെ സാധ്യതയാണ് കാണുന്നത്. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ഉടനെ തന്നെ അത് സാധിക്കുന്നതായി കാണുന്നുണ്ട്. സ്വന്തമായ തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ അവസരങ്ങൾ നേടിയെടുക്കുവാനായി പരിശ്രമിച്ചാൽ അത് സാധിക്കുന്നതാണ്. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്കും അത് വിപുലീകരിക്കുന്നതിനും കൂടുതൽ മേഖലകളിലേക്ക് വികസിപ്പിക്കുന്നതിനുമുള്ള അവസരം വന്നു ചേരുന്നതാണ്. അതുവഴി കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. സന്തോഷകരമായ ദിവസങ്ങളാണ് വരുന്നത്. പുതിയ പ്രണയബന്ധങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിവാഹിതർക്ക് ഈ മാസം വിവാഹ കാര്യത്തിൽ തീരുമാനം ആകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതോടൊപ്പം ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ തൃപ്തികരമായ അന്തരീക്ഷം നിലനിൽക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില സൗഭാഗ്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു മാസവും കൂടിയാണ് ഇത്. എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനായി നന്നായി ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുകയും വെൺപത്മരാഗം എന്ന കല്ല് ലോക്കറ്റായി ധരിക്കുകയും ചെയ്യുക. അടുത്തത് മിഥുനം സൂര്യരാശിയാണ്. മെയ് 22 മുതൽ ജൂൺ 23 വരെയുള്ള തീയതികളിൽ ജനിച്ചവർ മിഥുനം സൂര്യരാശിയിൽ പെടുന്നു.
നിങ്ങൾക്ക് ഈ സമയം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. തൊഴിൽ രംഗത്ത് അസാധാരണമായ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകുമെങ്കിലും അതിൽ സ്ഥിരത നിലനിൽക്കണമെങ്കിൽ നന്നായി പരിശ്രമിക്കേണ്ടതായിട്ട് വരും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ഉണ്ടായേക്കും. എന്നാൽ തീവ്ര പരിശ്രമം കൊണ്ട് മാത്രമേ അതിൽ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ പുതിയ അവസരങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. നിങ്ങളുടെ ബിസിനസ് മേഖല കൂടുതൽ വിപുലീകരിക്കുന്നതിനും കൂടുതൽ വിജയകരമാക്കി തീർക്കുന്നതിനും ഈ ഏപ്രിൽ മാസത്തെ പരിശ്രമം കൊണ്ട് തന്നെ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ വളരെ ഗുണാത്മകമായ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഏപ്രിൽ മാസം. വിവാഹിതർക്ക് കൂടുതൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. വിവാഹ അന്വേഷകർക്ക് ഈ മാസം അതിന് തീരുമാനമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ ബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുന്നതായി കാണുന്നുണ്ട്. നൂതനമായ വസ്ത്രാഭരണങ്ങൾ സമ്മാനമായി കിട്ടാനുള്ള സാധ്യത നിങ്ങളിൽ ചിലർക്കെങ്കിലുമുണ്ട്. പുതിയ വീടുപണി നടത്തുന്നവർക്ക് ഈ മാസം മിക്കവാറും പൂർത്തീകരിക്കുന്നതിന് അവസരമുണ്ടാകും. ഗൃഹപ്രവേശം നടത്തുവാനും സാധിച്ചേക്കും. മധ്യപ്രായമെത്തിയവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടതാണ്. എന്നാൽ തീവ്രമായ ഒരു ദോഷമൊന്നും കാണുന്നില്ല. പതിവ് പരിശോധനകളും മറ്റും കൃത്യനിഷ്ഠയോടുകൂടി നടത്തിപ്പോന്നാൽ വലിയ ബുദ്ധിമുട്ട് കൂടാതെ ഈ ഏപ്രിൽ മാസം കടന്നു പോകാനായി സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകളോ പ്രയാസങ്ങളോ കൂടുതലാകുന്നു എങ്കിൽ അതിന് പരിഹാരമായി നിങ്ങളുടെ വീടിൻ്റെ ആരൂഢസ്ഥിതി ശരിയായി പരിശോധിപ്പിച്ച് ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഗൃഹസംബന്ധമായ ദോഷങ്ങളുടെ ഒരു പരിപൂർണമായ ശാന്തിക്കായി വാസ്തു സുദർശന ബലി എന്ന് പറയുന്ന ചടങ്ങ് നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. മറ്റ് വിശ്വാസികൾ വാസ്തു പിരമിഡ് ഗൃഹത്തിൽ സ്ഥാപിക്കേണ്ടതാണ്. അടുത്തത് കർക്കിടകം സൂര്യരാശിയാണ്. ജൂൺ 23 മുതൽ ജൂലൈ 23 വരെയുള്ള തീയതികളിൽ ജനിച്ചവർ കർക്കിടകം സൂര്യരാശിയിലാണ് ജനിച്ചിരിക്കുന്നത്. പൊതുവെ വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. ഈ ഏപ്രിൽ മാസം തൊഴിൽ രംഗത്ത് വളരെ ഗുണകരമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയ ജോലിയിൽ കയറുവാനുള്ള സന്ദർഭം ഉടനെ വന്നു ചേരുന്നതാണ്. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അതിനുള്ള അവസരമുണ്ടാകും. പുതിയ മേഖലകളിലേക്ക് നിങ്ങളുടെ കർമ്മ പദ്ധതികൾ വ്യാപിപ്പിക്കുന്നതിനുള്ള അവസരവും വന്നു ചേരും. അങ്ങനെ നൂതനമായ സംരംഭങ്ങൾ തുടക്കം കുറിക്കുവാൻ നിങ്ങൾക്ക് സാഹചര്യമുണ്ടാവുകയാണ്. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് അത് കൂടുതൽ മേഖലകളിലേക്ക് വികസിപ്പിക്കുന്നതിനും അതുവഴി വലിയ സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനുമുള്ള ഒരു സന്ദർഭമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അസാധാരണമായ വഴിത്തിരിവുകൾക്ക് കാരണമാകാവുന്ന ഒരു കാലഘട്ടമാണ് ഈ ഏപ്രിൽ മാസം. അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന ഒരു സൗഹൃദമോ ആത്മബന്ധമോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവിന് തന്നെ കാരണമായി തീരുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഇതുവരെയുള്ള മന്ദഗതിയിലും അല്ലാതെയുമുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് ഊർജിതമായ രീതിയിൽ കർമ്മരംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ സാധിക്കുന്നവർക്ക് വരാനിരിക്കുന്ന കാലം വലിയ വിജയത്തിൻ്റെതാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. കുടുംബത്തിൽ വളരെ സന്തോഷകരമായ സ്ഥിതിവിശേഷം നിലനിൽക്കും. സന്താനങ്ങളുടെ പുരോഗതിയിൽ അഭിമാനം കൊള്ളും. ഈ മാസം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനായി ശരിയായ രീതിയിൽ ഒരു ഭാഗ്യസൂക്ത ഹവനം നടത്തുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. മറ്റ് വിശ്വാസികൾ അതീന്ദ്രിയ പ്രാർത്ഥന പതിവായി ചെയ്യുക. പത്മരാഗ കല്ല് ലോക്കറ്റായി കഴുത്തിൽ ധരിക്കുന്നതും എന്തുകൊണ്ടും നല്ലതായിരിക്കും. ചിങ്ങം സൂര്യരാശിയാണ് അടുത്തത്. ജൂലൈ 24 തീയതി മുതൽ ഓഗസ്റ്റ് 23 തീയതി വരെയുള്ള തീയതികളിൽ ജനിച്ചവർ ചിങ്ങം സൂര്യരാശിക്കാരാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടമാണ് വരുന്നത്. അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ തൊഴിൽ മേഖലയിൽ അനുഭവപ്പെടാം. ഉദ്ദേശിച്ച തൊഴിൽ അത്ര വേഗത്തിൽ ലഭിച്ചെന്ന് വരികയില്ല. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്കും പലവിധ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും നിരാശപ്പെടാതെ
തൊഴിൽ മേഖലയിൽ തങ്ങളുടെ തീവ്രമായ പരിശ്രമം തുടരുന്നത് തന്നെയാണ് നല്ലത്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ അലസതയും ആലോചനക്കുറവും കൊണ്ടുള്ള അബദ്ധങ്ങൾക്ക് സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കണം. വളരെ ജാഗ്രതയോടുകൂടി തന്നെ അവനവന്റെ കർമ്മങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകണം. ബിസിനസ് മേഖലയിൽ സ്വയം പ്രവർത്തിക്കുന്നവർ തങ്ങളുടെ കസ്റ്റമർമാരുമായി വളരെ ഭംഗിയായി ഇടപെടുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്രദ്ധയും ആലോചനക്കുറവും കൊണ്ട് തങ്ങളുടെ ബിസിനസ് ബന്ധങ്ങൾ നഷ്ടമാകുന്നതിനും അതുവഴി വളരെയധികം സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേരുന്നതിനും സാധ്യതയുണ്ട്. അതിനാൽ ശ്രദ്ധിക്കുക. കുടുംബത്തിലും ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ആലോചനയില്ലാത്ത സംഭാഷണങ്ങൾ ഒഴിവാക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കലഹങ്ങൾക്ക് തന്നെയും സാഹചര്യം ഉണ്ടായേക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മറ്റംഗങ്ങളോട് ഇടപെടണം. വേണ്ടത്ര കരുതലും നിയന്ത്രണവും സംഭാഷണത്തിൽ പാലിക്കുകയും വേണം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. വിട്ടുമാറാത്ത തലവേദന, ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ, ഇങ്ങനെ പലതിനും സാധ്യതയുണ്ട്. മനസ്സിന്റെ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒഴിവാക്കുന്നതിന് യോഗ, ധ്യാനം തുടങ്ങിയ രീതികൾ പരിശീലിക്കുന്നത് നല്ലതാണ്. കൂടുതൽ പ്രയാസങ്ങൾ തുടരുകയാണെങ്കിൽ മഹാസഞ്ജീവനി പൂജ നിർബന്ധമായും നടത്തുക. മറ്റു വിശ്വാസികൾ മാനസചക്ര പ്രാർത്ഥന അഥവാ മൈക്രോ മൈൻഡ് പ്രയർ ശീലിക്കുക. അടുത്തത് കന്നി സൂര്യരാശിയാണ്. ഓഗസ്റ്റ് 24 തീയതി മുതൽ സെപ്റ്റംബർ 23 തീയതി വരെയുള്ള തീയതികളിൽ ജനിച്ചവർ കന്നി സൂര്യരാശിയിൽ വരുന്നു. നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസം പൊതുവെ മധ്യമമായ ഫലം, ഗുണദോഷ സമ്മിശ്രം ആയി നൽകുന്നതാണ്. അപ്രതീക്ഷിതമായ ചില പ്രയാസങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും അത് വളർന്നു വരികയും ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ഭൂമി ക്രയവിക്രയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും കുടുംബപരമായ ഭിന്നതകൾക്കും അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വേണ്ടത്ര ശ്രദ്ധയോടുകൂടി വേണം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. തൊഴിൽ രംഗത്ത് പലവിധത്തിലുള്ള പ്രയാസങ്ങൾ വർദ്ധിച്ചു വരും. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ എതിർപ്പുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായേക്കാം. പുതിയ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് മന്ദഗതിയിൽ മാത്രമേ പുരോഗതി കാണുകയുള്ളൂ. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ ശ്രമിക്കുന്നവരും വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ അനുഭവപ്പെടും. കുടുംബത്തിൽ വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ വീഴാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്ത് ബന്ധങ്ങളിലും നന്നായി ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏത് കാര്യത്തിലും അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെട്ടേക്കാം. മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നടന്നെന്ന് വരില്ല. അതിനാൽ നിരാശപ്പെടാതെ മനസ്സിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും അകറ്റുന്നതിന് വേണ്ടി ധ്യാനം, യോഗ തുടങ്ങിയവ ശീലിക്കുക. കൂടുതൽ അസ്വസ്ഥതകൾ വീണ്ടും തുടരുന്നു എങ്കിൽ ഒരു വലിയ ഭഗവതി സേവ നിങ്ങളുടെ ഗൃഹത്തിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറയാം. അടുത്തത് തുലാം സൂര്യരാശിയാണ്. സെപ്റ്റംബർ 24 തീയതി മുതൽ ഒക്ടോബർ 23 തീയതി വരെയുള്ള തീയതികളിൽ ജനിച്ചവർ തുലാം സൂര്യരാശിക്കാരാണ്. ഈ ഏപ്രിൽ മാസം നിങ്ങളെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ഗുണാത്മകമായ ഒട്ടേറെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ തൊഴിലിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരമുണ്ടാകും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് വലിയ താമസമില്ലാതെ അത് സാധിക്കുന്നതാണ്. പുതിയ മേഖലകളിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമം വിജയകരമായി തീരും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലമാറ്റവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. കുടുംബത്തിൽ സന്തോഷകരമായ സാഹചര്യം നിലനിൽക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പുരോഗമനപരമായ മാറ്റങ്ങൾ ആരംഭിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഈ വരുന്നത്.
മധ്യപ്രായമെത്തിയവർ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്രതീക്ഷിതമായ ഉദര അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ കാര്യങ്ങൾക്ക് ചികിത്സയിലും മറ്റും കഴിയുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട കാലഘട്ടവും കൂടിയാണ് ഈ ഏപ്രിൽ മാസം. എല്ലാ കാര്യങ്ങളിലുമുള്ള തടസ്സങ്ങൾ മാറി അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു ജയദുർഗ പൂജ നിങ്ങളുടെ ഗൃഹത്തിൽ നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. മറ്റു വിശ്വാസികൾ അവഗാഹ പ്രാർത്ഥന നടത്തുക. ഇതോടൊപ്പം പത്മരാഗക്കല്ല് ധരിക്കുന്നതും വളരെ നല്ലത്. അടുത്തത് വൃശ്ചികം സൂര്യരാശി ആണ്. ഒക്ടോബർ 24 തീയതി മുതൽ നവംബർ 22 തീയതി വരെ ഉള്ള കാലത്തിനിടയിൽ ജനിച്ചവർ വൃശ്ചിക സൂര്യരാശിയിൽ വരുന്നവരാണ്. നിങ്ങളുടെ ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ അത്ര കണ്ട് അനുകൂലമായിരിക്കുകയില്ല. തൊഴിൽ രംഗത്ത് പലവിധ തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിചാരിക്കുന്ന രീതിയിൽ വളരെ വേഗം ഒരു പുതിയ തൊഴിലിൽ പ്രവേശിക്കാൻ അവസരമുണ്ടായെന്ന് വരില്ല. ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ ശ്രമിക്കുന്നവർ നല്ലതുപോലെ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കണം. സ്വന്തമായി ഒരു തൊഴിൽ ചെയ്യുന്നവർ വളരെ ജാഗ്രതയോടുകൂടി അതിൻ്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിന് വേണം ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ദോഷാത്മകമായ ഒരു പരാമർശം ഉണ്ടാകുന്നത് നിങ്ങളെ വളരെ വിപരീതമായി ബാധിക്കുകയും നിർഭാഗ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ കസ്റ്റമർമാരുമായി ഇടപെടുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം. ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ വിട്ടു പോകുന്നതിനും അതുവഴി ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലും അസ്വസ്ഥതകളോ അഭിപ്രായ ഭിന്നതകളോ ഉണ്ടായേക്കാം. സംഭാഷണങ്ങളിൽ വേണ്ടത്ര മിതത്വവും കരുതലും ശീലിക്കണം. കുടുംബാംഗങ്ങളോട് വളരെ കരുതലോടെയും സ്നേഹപൂർവമായും ഇടപെടേണ്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയമനുസരിച്ച് അത്യാവശ്യമാണ്. ആരോഗ്യപരമായി വളരെ ജാഗ്രത തുടരുക. വീഴ്ച, പരിക്കുകൾ ഇവയ്ക്ക് സാധ്യതയുള്ളതിനാൽ വാഹനമോടിക്കുകയോ ഉയർന്ന കെട്ടിടങ്ങളിൽ കയറി ഇറങ്ങുകയോ ഒക്കെ ചെയ്യുന്നവർ പൊതുവെ വളരെ ശ്രദ്ധ പാലിക്കുന്നത് നന്നായിരിക്കും. ദോഷകാര്യങ്ങളുടെ ഒരു ശമനത്തിനായി മഹാനവഗ്രഹ ശാന്തി ക്രിയ നിങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടും വളരെ നല്ലത്. മറ്റ് വിശ്വാസികൾ മാനസചക്ര പ്രാർത്ഥന അഥവാ മൈക്രോ മൈൻഡ് പ്രയർ ശീലിക്കുക. അടുത്തത് ധനു സൂര്യരാശിയാണ്. നവംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള തീയതികൾക്കുള്ളിൽ ജനിച്ചവർ ധനു രാശിക്കാരാണ്. ഈ കാലഘട്ടം പൊതുവെ ഗുണകരമാണ്. പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നതിനായിട്ട് സാധിക്കും. നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നൂതനമായ പരിഷ്കാരങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ പറ്റും. ഇതുവഴി വരും ദിവസങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അപ്രതീക്ഷിതമായ രീതിയിൽ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുകയും കൂടുതൽ മേഖലകളിലേക്ക് വികസിപ്പിക്കുകയും ചെയ്തേക്കാം. അത് ഭാവിയിൽ വലിയ സൗഭാഗ്യങ്ങൾക്ക് തന്നെ കാരണമാകും. നിങ്ങളുടെ കുടുംബത്തിലും വളരെ സന്തോഷകരമായ അവസ്ഥ നിലനിൽക്കുന്നു. മക്കളുടെ പുരോഗതിയിൽ വളരെയധികം സന്തോഷിക്കും. കുടുംബജീവിതം ആഹ്ലാദകരമായിരിക്കും. നൂതനമായ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയും കാണുന്നു. അവിവാഹിതരെ സംബന്ധിച്ച് ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമായേക്കും. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ ശ്രദ്ധ തുടരുക. പ്രത്യേകിച്ച് മധ്യപ്രായമെത്തിയവർ വേണ്ടത്ര പരിശോധനകളും ജാഗ്രതയും തുടരണം. എല്ലാ സൗഭാഗ്യങ്ങളും അനുകൂലമായി വരുന്നതിന് വേണ്ടി ഒരു വരലക്ഷ്മി പൂജ നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റു വിശ്വാസികൾ ഗൃഹത്തിൽ ഒരു ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായ ഫെങ്ഷുയി പിരമിഡ് സ്ഥാപിക്കേണ്ടതാണ്. അതോടൊപ്പം സമുദ്രനീലക്കല്ല് ധരിക്കുന്നതും വളരെ നന്നായിരിക്കും. അടുത്തത് മകരം സൂര്യരാശിയാണ്.
ഡിസംബർ മാസം 23 മുതൽ ജനുവരി 20 വരെയുള്ള തീയതികൾക്കുള്ളിൽ ജനിച്ചവർ മകരം സൂര്യരാശിക്കാരാണ്. അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും നിങ്ങളുടെ കർമ്മരംഗത്ത് അനുഭവപ്പെടാം. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള ശ്രമം പലപ്പോഴും വിജയിച്ചെന്ന് വരില്ല. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ചെയ്യണം. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില ധനനഷ്ടങ്ങൾക്ക് ഇരയാകും. സ്വന്തമായി ഒരു തൊഴിൽ മേഖല നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ പുതിയ പരിഷ്കാരങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട കാലമല്ല. അശ്രദ്ധയും ആലോചനക്കുറവും ഉണ്ടാകാതെ നിങ്ങളുടെ നിലവിലുള്ള തൊഴിൽ രംഗം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഏറ്റവും സുരക്ഷിതം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ നിങ്ങളുടെ കസ്റ്റമർമാരോട് വളരെ ജാഗ്രതയോടുകൂടി ഇടപെടുകയും അവർ നിങ്ങളിൽ നിന്നും അകന്നു പോകാതിരിക്കുവാൻ വേണ്ട സൂക്ഷ്മത പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിലും ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഉണ്ടാകാതെ സൂക്ഷിക്കുക. കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലും ജാഗ്രത വേണം. വിദ്യാർത്ഥികളാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് നീങ്ങിയില്ലെങ്കിൽ വിചാരിക്കുന്ന രീതിയിലൊന്നും ഉപരിപഠനം നടക്കുകയില്ല എന്നുള്ള സ്ഥിതി ഉണ്ടാകും. ആയതിനാൽ മകരം രാശിക്കാർ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എന്തും ചെയ്യുക. ദോഷപരിഹാരത്തിന് ഒരു നവഗ്രഹ ശാന്തിക്രിയ നിങ്ങളുടെ ഗൃഹത്തിൽ നടത്തിക്കോളൂ. അടുത്തത് കുംഭം സൂര്യരാശിയാണ്. ജനുവരി 21 മുതൽ ഫെബ്രുവരി 19 വരെയുള്ള കാലത്തിനകത്ത് ജനിച്ചവർ കുംഭം സൂര്യരാശിക്കാരാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലമാണിപ്പോൾ ഏപ്രിൽ മാസത്തിൽ കാണുന്നത്. നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ കുറേയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വലിയ താമസമില്ലാതെ അത് നടന്നേക്കാം. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്കും അത് സാധിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിലവിലുള്ള ജോലിയിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നതായി മനസ്സിലാക്കിയേക്കും. കഴിവതും നന്നായി പരിശ്രമിച്ച് ആ ജോലി നിലനിർത്തുവാൻ തന്നെ ശ്രമിക്കേണ്ടതാണ്. അപ്രതീക്ഷിതമായ തൊഴിൽ നട്ടം വിദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വരാനിടയുള്ളതിനാൽ ക്ഷമയോടുകൂടി അതിൽ തുടരുവാനാണ് ശ്രമിക്കേണ്ടത്. സ്വന്തം തൊഴിൽ മേഖല നടത്തിക്കൊണ്ടു പോകുന്നവർ അശ്രദ്ധയും ആലോചനക്കുറവും കൂടാതെ വളരെ ജാഗ്രത പാലിക്കുക. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാവാതെ ഇരിക്കുവാൻ നിതാന്ത ജാഗ്രത തന്നെ തുടരണം. കുടുംബത്തിൽ പലവിധ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. വിവാഹ ആലോചനകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. അശ്രദ്ധയും ആലോചനക്കുറവും കൊണ്ട് അനുകൂലമല്ലാത്ത വിവാഹ ബന്ധങ്ങളിൽ എത്തിപ്പെടാൻ സാധ്യത ഒരുപക്ഷെ ഉണ്ടായേക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വരുന്ന വിവാഹാലോചനകളെ പറ്റി പഠിച്ചു മുമ്പോട്ട് പോകണം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ശിരസിനെ ബാധിക്കുന്ന തരത്തിലുള്ള മൈഗ്രെയിൻ, വെർട്ടിഗോ അഥവാ തലകറക്കം തുടങ്ങിയ രോഗങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. മനസ്സിന്റെ പിരിമുറുക്കവും സംഘർഷക സ്ഥിതിയും ഒഴിവാക്കാൻ ധ്യാനം, യോഗ തുടങ്ങിയ പരിശീലനങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൃഹാരൂഢ സ്ഥിതി ശരിയായി പരിശോധിപ്പിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഒരു വലിയ ഭഗവതി സേവ നടത്തുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. മറ്റു വിശ്വാസികൾ അവഗാഹ പ്രാർത്ഥന ചെയ്യുക. പത്മരാഗക്കല്ല് ധരിക്കുക. അടുത്തത് മീനം സൂര്യരാശിയാണ്. ഫെബ്രുവരി മാസം 20 മുതൽ മാർച്ച് 20 വരെയുള്ള തീയതികൾക്കകത്ത് ജനിച്ചവർ മീനം സൂര്യരാശിക്കാരാണ്. അനുകൂലമായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഏപ്രിൽ മാസം കാണുന്നത്. പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും. ദീർഘകാലമായി ശ്രമിച്ചുകൊണ്ടിരുന്ന തൊഴിലുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനുള്ള സമയമാണ് ഇത്. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്കും വലിയ താമസമില്ലാതെ അത് സാധിക്കുന്നതായി കാണുന്നു. സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർ കൂടുതൽ നവീനമായ ആശയങ്ങൾ ആ മേഖലയിൽ കൊണ്ടുവരുന്നതിനും അതുവഴി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സമയമായിരിക്കുന്നു.
വ്യാപാര കച്ചവട മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നിങ്ങളുടെ ബിസിനസ് മേഖല വിപുലീകരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും അതുവഴി വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള സന്ദർഭമാണിത്. കുടുംബത്തിലും വളരെ സന്തോഷകരമായ അവസ്ഥ നിലനിൽക്കും. സന്താനങ്ങളുടെ പുരോഗതിയിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നതാണ്. ആരോഗ്യകരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് മധ്യവയസ്സ് പിന്നിട്ടവർക്ക് പതിവായുള്ള പരിശോധനകളൊക്കെ യഥാസമയം ചെയ്ത് മുമ്പോട്ട് പോവുക. വിദ്യാർത്ഥികൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി പരിശ്രമിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി നടക്കുന്നതിനായി ഒരു സിദ്ധിവിനായക പൂജ ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റു വിശ്വാസികൾ അതീന്ദ്രിയ പ്രാർത്ഥന കൃത്യമായി ചെയ്യുക. സമുദ്ര നീലക്കല്ല് ധരിക്കുന്നതും വളരെ ഉത്തമം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.